ഉപഭോക്തൃ കോടതികൾ നൽകുന്ന നിയമപരിരക്ഷ എങ്ങനെ ഉപയോഗിക്കാമെന്നതിന് തെളിവായി ഒരു 20-കാരൻ്റെ ഒറ്റയാൾ പോരാട്ടം. വാറന്റി കഴിഞ്ഞ് കേടായ ഫോണിന് നഷ്ടപരിഹാരം നേടി സോഷ്യൽ മീഡിയയുടെ കയ്യടി നേടുകയാണ് അശ്വഘോഷ് സൈന്ധവ്. നിയമപരിജ്ഞാനം ഇല്ലാത്ത അശ്വഘോഷ് അഭിഭാഷകൻ പോലും ഇല്ലാതെയാണ് വഴുതക്കാട്ടെ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനെ സമീപിച്ചതും നഷ്ടപരിഹാരം നേടിയെടുത്തതും. തിരുവനന്തപുരത്തെ ഒരു വിദ്യാർത്ഥി 2021 ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്നു. ഏതാണ്ട് 12,700 രൂപയ്ക്കാണ് അത് വാങ്ങുന്നത്. 1 വർഷം വാറണ്ടി. ആ വാറണ്ടി കാലാവധി തീർന്നതിന് ശേഷം അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സിം സോട്ടുകൾ രണ്ടും പ്രവർത്തനരഹിതമാകുന്നു. ആ മൊബൈൽ കമ്പനിയെ അതിൻ്റെ സർവീസിനായ വിദ്യാർത്ഥി സമീപിക്കുന്നു. പക്ഷേ വാറണ്ടി കാലാവധി പൂർത്തിയായി എന്ന കാരണം പറഞ്ഞ് അതിന് ഏതാണ്ട് 6,000 രൂപയോളം അതിന് പണം ഈടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ആ വിദ്യാർത്ഥി നേരെ കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കുന്നു. തിരുവനന്തപുരം ജില്ലാ കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കുന്നു. ആ നിയമ പോരാട്ടത്തിന് ശേഷം ആ വിദ്യാർത്ഥി ആ മൊബൈൽ കമ്പനിയിൽ നിന്ന് ഏതാണ്ട് 36,843 രൂപ നഷ്ടപരിഹാരമായി വാങ്ങിയിരിക്കുന്നു. ഒരൊറ്റയാൻ പോരാട്ടം നടത്തി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥി നമുക്ക് ഒപ്പമുണ്ട്. അശ്വഘോഷ് സൈന്ധവ്. പേരിൽ തന്നെ വ്യത്യസ്തതയുണ്ട്. എന്താണ് ആദ്യം ഈ മൊബൈൽ ഫോൺ സംഭവിച്ചത്? എന്താ മൊബൈൽ ഫോണിന് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാറണ്ടി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആണെങ്കിൽ ക്ലാസ്സുകളും മറ്റും നടക്കുന്ന സമയമായിരുന്നു. ഓൺലൈൻ ക്ലാസ്സുകളും മറ്റും നടന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കമ്പനി അവകാശപ്പെടുന്നത് തന്നെ, നമ്മൾ ഫോൺ മേടിക്കുമ്പോൾ തന്നെ പറയുന്നതാണ് നമുക്ക് 2 വർഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കും എന്നൊക്കെ. അപ്പോൾ അതുപോലെ പറഞ്ഞൊരു മേജർ അപ്ഡേറ്റ് ഫോണിൽ ലഭിക്കുകയായിരുന്നു. ഫോൺ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഫോണിൽ നെറ്റ്വർക്ക് കാണിക്കുന്നില്ല, സിമ്മിൻ്റെ നെറ്റ്വർക്കുകൾ കാണിക്കുന്നില്ലായിരുന്നു. അതാണ് ആദ്യം നേരിട്ട പ്രശ്നം. അപ്പോൾ എനിക്ക് ആദ്യം എന്താണ് ഇഷ്യൂ എന്ന് മനസ്സിലായില്ല. സിമ്മിൻ്റെ കുഴപ്പമാണോ ഫോണിൻ്റെ ആണോ എന്ന് മനസ്സിലായില്ല. പക്ഷേ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഏകദേശം ഒരു 2 മിനിറ്റോളം നെറ്റ്വർക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ നേരെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി. സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഫോണിൻ്റെ ബോർഡ് കംപ്ലൈൻ്റ് ആയതാണ്, ബോർഡ് മാറ്റണം, ഏകദേശം 5,000-6,000 രൂപയാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചൊരു കാര്യമേ ഉള്ളൂ, എൻ്റെ ഭാഗത്തു നിന്ന് തന്നിരിക്കുന്ന വീഴ്ചയല്ല, നിങ്ങൾ തന്നിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടായിരിക്കുന്ന പ്രശ്നമാണ്. അപ്പം നിങ്ങൾ മാറ്റിത്തരാൻ ബാധ്യസ്ഥരല്ലേന്ന് ചോദിക്കുമ്പോൾ വാറണ്ടി പീരീഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് മാത്രമേ തങ്ങൾ ഉത്തരവാദികളായിട്ടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പറ്റാത്തൊരു തെറ്റിന് ഞാൻ കാശ് കൊടുത്ത് നന്നാക്കുക എന്ന് പറയുന്നത് ഒരു കാര്യമായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചതും അവിടുന്ന് ഉത്തരവിറങ്ങിയത്. ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കാമെന്നൊരു ഐഡിയ ഒക്കെ എങ്ങനെ കിട്ടിയത്? നേരത്തെ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു മുൻപരിചയം ഉണ്ടോ? മുൻപരിചയം വലുതായിട്ടില്ല, എങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട് ഇതുപോലെ ഒരു കമ്മീഷൻ ഉണ്ട് എന്നും ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു സംവിധാനമാണെന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വീട്ടിലും സംസാരിച്ചു. അപ്പം പാരൻസിൻ്റെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് പിടിച്ചാണ് കമ്മീഷനെ സമീപിക്കുന്നത്. കമ്മീഷനിൽ പരാതി നൽകാനുള്ള വിധമൊക്കെ എങ്ങനെയായിരുന്നു? അതിനെപ്പറ്റി ധാരണ ഉണ്ടായിരുന്നു? അത് അവിടെ പോയി പഠിച്ചതാണ്? എങ്ങനെയായിരുന്നു? വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. അപ്പം നേരിട്ട് തന്നെ എന്തായാലും കോടതിയിൽ തന്നെ പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞ് കോടതിയിൽ ചെന്നു. അപ്പോൾ അവർ അത് ചെയ്യേണ്ട രീതി, അതായത് ഒരു ഫോർമാറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഫോർമാറ്റ് തന്നു. ഇങ്ങനെയാണ് പരാതി സമർപ്പിക്കേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വെക്കണം എന്നുള്ളതൊക്കെ കോടതിയിൽ തന്നെ അവർ പറഞ്ഞു തരികയുണ്ടായി. അപ്പം അതൊക്കെ നോക്കിയും കണ്ടും മനസ്സിലാക്കിയാണ് പഠിച്ചിട്ടാണ് സമർപ്പിച്ചത്. എത്ര സിറ്റിംഗ് ഉണ്ടായിരുന്നു? എങ്ങനെയാണ് ഈ ഫൈനൽ ജഡ്ജ്മെന്റിലേക്ക് എത്തിയത്? മൊത്തം 3 സിറ്റിംഗ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു സിറ്റിങ്ങിൽ പോലും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ആരും ഹാജരായിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ 3ാമത്തെ സിറ്റിംഗും കഴിഞ്ഞ് കേസ് എക്സ്പാർട്ടി വിധിയായിട്ട് മാറുകയായിരുന്നു. അപ്പം എക്സ്പാർട്ടി വിധിയായിട്ട് 2023 7-ാം മാസം കോടതി ഉത്തരവിറക്കിയതാണ്. അഭിഭാഷകൻ മുഖേന അല്ല ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചത്, സ്വന്തമായി വാദിക്കാം എന്നൊക്കെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. കാര്യം എനിക്ക് ഒരു ഉപഭോക്താവിന് മാത്രമേ എന്തൊക്കെയാണ് നമുക്ക് നേരിടുന്ന പ്രശ്നം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് പ്രശ്നമെങ്കിലും എനിക്ക് തന്നെ നേരിട്ട് വാദിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ പണ്ട് തൊട്ടേ എന്തൊരു കാര്യം ഇതുപോലെ കണ്ടു കഴിഞ്ഞാലും വാദിച്ചും ചോദ്യങ്ങൾ ചോദിച്ചും ആണ് ശീലം. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യം ഉണ്ടായിരുന്നു. ഉപഭോക്തൃ കമ്മീഷൻ്റെ വിധിയാണ് ഇതിലെ കണ്ടന്റ് എന്താണ്? ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഉപഭോക്താവിനുണ്ടായിരിക്കുന്ന പ്രശ്നം, അതായത് നിങ്ങൾ നൽകിയിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മുഖേന ഉണ്ടായിരിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഒരു കോമ്പൻസേഷൻ നൽകണം എന്നായിരുന്നു മെയിൻലി പറഞ്ഞിരുന്നത്. 12,000 രൂപ ഫോണിൻ്റെ തുകയും 20,000 രൂപ കോമ്പൻസേഷനും 2,500 രൂപ കോടതി ചെലവുകൾക്കുമായിട്ടാണ് കോടതി ഉത്തരവിറക്കിയിരുന്നത്. അങ്ങനെ ആകെ മൊത്തം 33,000 രൂപ സംതിങ് ആണ് വന്നത്. ഇത് ഇറങ്ങി 1 മാസത്തിനുള്ളിൽ കമ്പനി മറുപടി നൽകണം എന്നാണ് കോടതിയുടെ ഉത്തരവ്. പക്ഷേ അവർ അതിനും തയ്യാറാകാതിരുന്ന സ്ഥിതിക്ക് എക്സിക്യൂഷൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുമായിരുന്നു. അതായത് ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. അത് ഫയൽ ചെയ്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ 7-ാം തീയതിയാണ്
മൊത്തം തുക ലഭിക്കുന്നത്. ഏകദേശം 38,000 രൂപ കിട്ടി. 9% ഇൻട്രസ്റ്റ്, ഉത്തരവിറങ്ങി ഇത്രയും ദിവസത്തെ കാലതാമസവും കൂടി ഉൾപ്പെടെ 9% ഇൻട്രസ്റ്റ് ചേർത്താണ് അവർ തുക കൈമാറിയത്. ചെക്കോ DD എങ്ങനെയാണ് കമ്പനി തന്നത്? DD ആയിട്ടാണ് അവർ കൈമാറിയത്. കോടതി മുഖേന തന്നെയാണ് നൽകിയത്. അത് പുതുതലമുറയിലെ ആളുകൾക്ക്, പുതുതലമുറയെന്നല്ല പഴയ തലമുറയിലെ ആളുകൾക്കാണെങ്കിലും ഈ കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും അവർക്കൊരു ധാരണയില്ല. നമുക്ക് ഏത് വിധത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും നമുക്ക് കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കാം എന്നൊരു സന്ദേശം കൂടി അശോക് ഘോഷ് നൽകുന്നുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അതായത് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ മൊബൈലുകളെ സംബന്ധിച്ച് നേരിടുന്നൊരു പ്രശ്നമാണ്, പ്രമുഖ കമ്പനികൾക്കെല്ലാം വരുന്നൊരു പ്രശ്നമാണ് ഗ്രീൻ ലൈൻ ഇഷ്യൂ. ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഒരു പച്ച വരെ സ്ക്രീനിൽ വരും. നമ്മൾ പോലും പ്രതീക്ഷിക്കില്ല. ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അത് ഉണ്ടായി കഴിയുമ്പോൾ. ചിലപ്പോൾ കുറേ അധികം കാശ് മുടക്കി നമ്മൾ മേടിച്ച ഫോണായിരിക്കാം. അതും നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ തന്നെ കാശ് മുടക്കി മാറുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്ന് ഇല്ലാത്ത ഒരു തെറ്റിന് നമ്മളൊരിക്കലും കാശ് മുടക്കി ചിലവാക്കി നന്നാക്കേണ്ട ആവശ്യമില്ല. കാര്യം അവരുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന തെറ്റാണെന്ന് 100% ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാം. തീർച്ചയായിട്ടും അവർ അതിനുള്ള വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ്. ധൈര്യമായി കൺസ്യൂമർ കോർട്ടിലേക്ക് പോകൂ, പരാതി ഫയൽ ചെയ്യൂ, മുന്നോട്ട് പോകൂ എന്നുള്ളതാണല്ലേ? തീർച്ചയായിട്ടും. ഞാനിപ്പം മാറനല്ലൂർ ക്രൈസ്റ്റ് നഗർ കോളേജിലെ BCA ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. നിയമപരമായിട്ട് ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത കൂട്ടത്തിലാണെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ കുറച്ച് താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ഇതിലേക്ക് നോക്കിയതാണ്. പ്രത്യേകിച്ച് നിയമപരിജ്ഞാനമൊന്നും അശോക് ഘോഷിനില്ല, പക്ഷേ നിയമത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കാം എന്നൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം അത് ഉപയോഗിച്ചു. കൃത്യമായൊരു സന്ദേശം സമൂഹത്തിന് നൽകുന്നുണ്ട്. ഇത്തരത്തിലൊരു വിഷയം വന്നാൽ ഉപഭോക്തൃ കമ്മീഷനുകളെ, കോടതികളെ സമീപിക്കുക, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോവുക, അവർക്ക് അനുകൂലമായി തന്നെ രാജ്യത്തെ നിയമം വിധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് അശോക് ഘോഷിൻ്റെ ഈ ഒറ്റയാൾ പോരാട്ടം തെളിയിക്കുന്നത്. അശോക് ഘോഷ് സൈന്ധവിനും സിറിലിനും യദുവിനുമൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം.